നമസ്കാരം, ഞാൻ രാജേഷ്, സബ് എഞ്ചിനീയർ RAPDRP തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്നൈഡർ ആർമിയാണ്. നമ്മുടെ RAPDRP പ്രോജക്റ്റിൽ തിരുവനന്തപുരത്ത് ഏകദേശം 950 ആർമികൾ ഇപ്പോൾ സ്നൈഡറിൻ്റെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം ഇതിന് 2 പോർഷനുണ്ട്. ഒരു ആർമി പോർഷനും പിന്നെ ഒരു മീറ്ററിങ്, ഇങ്ങനെ 2 ഭാഗങ്ങൾ ചേർത്താണ് ആർമികൾ ഇപ്പം എല്ലായിടത്തും സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ഇതിന് നമുക്കൊന്ന് തുറന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഷട്ടർ മേളിലോട്ടാണ് തുറക്കുന്നത്. അപ്പോൾ ഈ ഷട്ടർ തുറക്കുമ്പം മഴയത്തൊക്കെ മഴ നനയാതെ വെയിൽ കൊള്ളാതിരിക്കാനൊക്കെ ഒരു ഉപകാരമുണ്ട്. ഇതിങ്ങനെ ആകാൻ മേളിലോട്ടുള്ള ടൈപ്പ് ഷട്ടർ വന്നതിൻ്റെ കാര്യം, ഇത് കേബിൾ ഫ്രണ്ട് എൻട്രിയാണ്. ഇവിടെ എല്ലാ കേബിളുകളും ഫ്രണ്ടിലാണ് കണക്ട് ചെയ്യുന്നത്. ഇതിന് 3 പോർഷനുണ്ട്. താഴെയുള്ളത് കേബിൾ ചേമ്പർ, അതായത് കേബിൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഒരു CCT കോൺഫിഗറേഷനുള്ള, അതായത് 2 കേബിളും ഒരു ടാപ്പ് പോയിൻ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ പോയിൻ്റ് കണക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഇവിടെ ചേർത്ത് ഇങ്ങനെ 3 വേ ഉള്ള ഒരു ആർമിയാണ്. ഇത് CCT കോൺഫിഗറേഷനാണ്. ഇതിൻ്റെ ഫസ്റ്റ് താഴെ ഈ കാണുന്ന പോർഷനാണ് കേബിൾ ചേമ്പർ. ഇതിൻ്റെ സെൻട്രലിലുള്ള പോർഷനാണ് മെക്കാനിസം. ഇതൊരു C മെക്കാനിസമാണ്, അതായത് ഇതൊരു LBS ആണ്. ഇതും ഒരു C മെക്കാനിസം, അതായത് LBS ആണ്. ലോഡ് ബ്രേക്ക് സ്വിച്ച്, നമുക്ക് ലോഡിൽ ഓൺ ഓഫ് ചെയ്യാം. അതിന് എന്തെങ്കിലും ഫാൾട്ടോ എന്തെങ്കിലും വന്നാൽ സബ്സ്റ്റേഷനിൽ ട്രിപ്പ് ആവുള്ളൂ. ഇത് ലോഡിൽ ഓൺ ഓഫ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് ഒരു ബ്രേക്കറാണ്. ഇത് ബ്രേക്കറാണ് നമ്മൾ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ HT പോയിൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ HT കൺസ്യൂമറിന് നമ്മൾ കൊടുക്കുന്നത് ഈ ലിമ്പാണ്. അപ്പോൾ എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ കൺസ്യൂമറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൽ എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ ഇത് ട്രിപ്പ് ആവും. അപ്പോൾ നമ്മുടെ എൻ്റയർ സിസ്റ്റത്തെ അത് ബാധിക്കാതെ ഇത് മാത്രം ട്രിപ്പാകും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ടീ ലിമ്പ് അല്ലെങ്കിൽ ബ്രേക്കറിൽ നമ്മളത് കൊടുക്കുന്നത്. ഇതിൻ്റെ മേളിലുള്ള ഭാഗമാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പോർഷൻ, അതായത് ഓട്ടോമേഷന് വേണ്ടി, അതായത് ഇത് ഇലക്ട്രിക്കലി ഓൺ ഓഫ് ചെയ്യാനും അതുപോലെ സ്കാഡ റിമോട്ട് നമ്മുടെ കൺട്രോൾ റൂമിൽ നിന്ന് ഇത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യിക്കാനായിട്ട് വേണ്ടിയുള്ള കണക്ഷൻസും എല്ലാം കൊടുക്കുന്നത് ഇവിടെയാണ്. ഇത് അതിൻ്റെ ഇലക്ട്രിക്കൽ പോർഷൻ. ഇതാണ് PT ചേമ്പർ. ഇതിൻ്റെ ബാറ്ററി ചാർജറാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യം ഇതിൻ്റെ SF6 ഇൻഡിക്കേറ്റർ ഇതാണ്, ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 3ഉം കൂടെ ഒരൊറ്റ ടാങ്കിലാണ് വച്ചിരിക്കുന്നത്. അതായത് ഈ 2 സീലിമ്പും ഈ ബ്രേക്കറും കൂടെ ഒരൊറ്റ ടാങ്കിനുള്ളിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീ ലിമ്പിന് പിന്നെ അതിൻ്റെ ഓൺ ഓഫ് നടക്കുന്നത് അതിൻ്റെ ഒരു വാക്വം ബോർഡിലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അതിനെ ഡിസ്കണക്ട് ചെയ്യേണ്ട ഒരു ഡിസ്കണക്ടറുണ്ട്. അപ്പം ഇതൊരു 3-വേ സ്വിച്ചാണ്. LBS എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം LBSനെ ഒന്ന് പരിചയപ്പെടാം. ഈ LBS ഒരു 3-വേ സ്വിച്ചാണ്. അതായത് അതിൽ ഓൺ ഓഫ് ചെയ്യാം, പിന്നെ എർത്ത് സ്വിച്ചും ഉണ്ട്. ഇതിങ്ങനെ ചേർന്നിട്ട് ഒരു 3-വേ സ്വിച്ചാണ്. അപ്പം ഇത് തമ്മിൽ, അതായത് മെയിൻ സ്വിച്ചും എർത്ത് സ്വിച്ചും തമ്മിൽ ഒരു ഇൻ്റർലോക്ക് ഉണ്ട്. എർത്ത് സ്വിച്ച് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ആയിരിക്കണം, അതുപോലെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യണമെങ്കിൽ എർത്ത് സ്വിച്ച് ഓഫ് ആയിരിക്കണം. ഈ കാണുന്നതാണ് ഇതിൻ്റെ മിമിക് ഡയഗ്രാം. മിമിക് ഡയഗ്രാം ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ സപ്ലൈ എവിടെയൊക്കെയാണ് ഓൺ ചെയ്യുമ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇത് കട്ടാകുന്നത് എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ മിമിക് ഡയഗ്രാം. ഇതിൻ്റെ ഇടയ്ക്കുള്ളതെല്ലാം സ്വിച്ച് ഇൻഡിക്കേറ്ററുകളാണ്. ഇത് മെയിൻ സ്വിച്ചിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഇതിപ്പം ഓണാണ്. ഓണിൽ റെഡ് കളറിൽ കാണും, അത് ലൈനിന് നേരെ ആയിരിക്കും. ഓഫ് ആകുമ്പം ഗ്രീൻ കളറായിരിക്കും. അതുപോലെ എർത്ത് സ്വിച്ചിന് ഇവിടെ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. എർത്ത് സ്വിച്ചിൻ്റെ ഇൻഡിക്കേറ്റർ ഇതാണ്. ഇത് ഓഫ് ചെയ്താൽ ഇതിപ്പം LBS ഓണാണ്. LBS ഓഫ് ചെയ്താൽ മാത്രമേ ഇത് എർത്ത് ചെയ്യാൻ പറ്റുള്ളൂ. എർത്ത് ചെയ്യുമ്പോൾ ഇത് ഈ ലൈനിന് നേരെ വരും. ഇപ്പം ഇത് മെയിൻ ലൈനിന് നേരെ കിടക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ മെയിൻ സ്വിച്ച് ഓണാണ്. അപ്പോൾ ഇത് നമുക്ക് ഇലക്ട്രിക്കലിയും മെക്കാനിക്കലിയും ഓപ്പറേറ്റ് ചെയ്യാം. ഇത് മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ട് മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഈ ഒരു ലിവറാണ്.
ഈ ലിവർ ഇത് ഈ വിൻഡോയിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൺ ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനും ഒരേ ഡയറക്ഷനിലാണ്, അതായത് ക്ലോക്ക് വൈസിൽ തന്നെ റൊട്ടേറ്റ് ചെയ്താൽ മതി. അതിവിടെ ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്, ആരോ ഇങ്ങനെ ക്ലോക്ക് വൈസിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ തന്നെ 0 I എന്ന് എഴുതിയിട്ടുണ്ട്. 0 എന്ന് പറഞ്ഞാൽ ഓഫ്, I എന്ന് പറഞ്ഞാൽ ഓൺ. അപ്പം ഈ ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരേ സൈഡിലോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഏകദേശം 32 പ്രാവശ്യം ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓൺ ആണെങ്കിൽ ഓഫാവും, അതുപോലെ ഓഫ് ആണെങ്കിൽ ഓൺ ആവും. ഒരേ സൈഡിലോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇപ്പം ഓണാണ്. ഓഫ് ചെയ്യുന്നതിന് ഈ ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പം ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പലരും ഈ സ്വിച്ചും കൂടെ ചേർത്ത് ഇതിനകത്ത് ഈ ഹാൻഡിൽ ഇടുന്നതിൻ്റെ ഫലമായിട്ട് ഇത് പലയിടത്തും ഒടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഈ സ്വിച്ച് ഇടുന്നത് ആ ലിവറിനും ഈ സ്വിച്ചിൻ്റെ ഇടയിലായിരിക്കണം ഇതിൻ്റെ ഈ ഹോളിനകത്തേക്ക് അത് കയറേണ്ടത്. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ ആ സ്വിച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റാണ്, അത് ഭയങ്കര ഹാർഡാണ്. മറ്റേതൊരു കാസ്റ്റ് അയണാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ടൈറ്റായിട്ട് അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ യൂണിറ്റ് ഒരുമിച്ചേ മാറ്റാൻ പറ്റുള്ളൂ. അത് മാറ്റുന്നതിന് ഏകദേശം 60-65,000 രൂപ ബോർഡിന് നഷ്ടമാകും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ എപ്പോഴും പറയാറുണ്ട്, ഇത് SFC ഗ്യാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ആദ്യം വന്ന ഉടനെ തന്നെ ഈ സ്വിച്ച് ഏതൊക്കെ ഓണാണ് ഏതൊക്കെ ഓഫാണെന്ന് നോക്കണം. അതുകൂടാതെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ SF6 ഗ്യാസ് ഇൻഡിക്കേറ്റർ ഗ്രീൻ സോണിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. റെഡ് സോണിലാണെങ്കിൽ അത് ഒന്നുകിൽ ആ ഫീഡർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഈ RMUലേക്ക് എവിടെ നിന്നാണോ സപ്ലൈ വരുന്നത് അതിനെ കട്ട് ചെയ്തിട്ട് മാത്രമേ ഓൺ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ LBS ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ആദ്യം പറഞ്ഞതുപോലെ ഈ ഹാൻഡിൽ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ താഴെ ഒരു സ്വിച്ച് കാണാം. ആ സ്വിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇലക്ട്രിക്കലി ഇത് വർക്ക് ചെയ്യരുത്. അപ്പോൾ അതിനുള്ള ഒരു കട്ട് ഓഫാണ് ആ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വിച്ചിൻ്റെയും ആ ലിവറിൻ്റെ ഇടയ്ക്ക് വേണം ഇത് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഗ്ലൗസ് ഇട്ടതിന് ശേഷം ഈ കൈ കൊണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തതിന് ശേഷം വേണം ഇത് റൊട്ടേറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് ആ സോഫ്റ്റ് അയണാണ് അതിനകത്ത്, അതിൽ വലിയ ടെൻഷൻ വരും, അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ട് വേണം ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ. ഏകദേശം ഒരു 32 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇപ്പോൾ ഇത് ഓണാണ്, അത് ഓഫാവും. ഇപ്പം ഇത് ഓഫായിട്ടുണ്ട്. ഇനി ഇത് ഓൺ ചെയ്യുന്നതിന് ഇതേ ഡയറക്ഷനിൽ തന്നെ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക 32 ടൈംസ്. റൊട്ടേറ്റ് ചെയ്യുമ്പം ഇതിപ്പം ഓണായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ എർത്ത് ചെയ്യാവുള്ളൂ. അപ്പോൾ എർത്ത് ചെയ്യുന്നതിന് ഈ ലിവറാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ 2 പോർഷനുണ്ട്. ഒരു സൈഡ് വണ്ണം കുറഞ്ഞും ഒരു സൈഡ് വണ്ണം കൂടിയും. ഈ വണ്ണം കുറഞ്ഞ സൈഡ് കൊണ്ടാണ് ഇത് എർത്ത് ചെയ്യുന്നത്. ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങോട്ട് നീക്കിയതിന് ശേഷം വേണം ഇത് എർത്ത് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഈ ചെറിയ സൈഡ് ഇട്ടിട്ട് വേണം ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ. ഇവിടെ എർത്ത് ഓൺ ഓഫ് കാണിച്ചിട്ടുണ്ട്. ഈ I എന്ന് പറഞ്ഞാൽ ഓണ്, 0 എന്ന് പറഞ്ഞാൽ ഓഫ്. ഇപ്പോൾ ഇത് ഓണാണ്. ഇത് എർത്ത് ചെയ്യുന്നതിന് ഇത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്താൽ മാത്രമേ ഈ ഇൻ്റർലോക്ക് മാറുള്ളൂ. ഇപ്പം ഇത് ഓൺ ആയതുകൊണ്ട് ഈ ഇൻ്റർലോക്ക് മാറില്ല. ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എർത്താവും. ഇതിൻ്റെ നേരെ വരും. ഇനി ഈ LBS എങ്ങനെയാണ് എർത്ത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ഇത് ഓണാണ്. അപ്പോൾ ഓണായി കഴിയുമ്പം ഇതാണ് VPS. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ PT അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ വച്ചിട്ടല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു കപ്പാസിറ്റി കഴിഞ്ഞിട്ട് കപ്പാസിറ്റി ഡിവൈഡർ മെത്തേഡിലാണ് വർക്ക് ചെയ്യുന്നുള്ള. അത് എല്ലാ RMUകളിലും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വെച്ചാൽ PT വയ്ക്കാനുള്ള സ്ഥലം അതിനകത്ത് അത്രയും കാണില്ല. അതുകൊണ്ട് ഇതിനകത്തുള്ള ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എപ്പോഴും കപ്പാസിറ്റി റിങ് ഇട്ടായിരിക്കും. അപ്പോൾ ആ കപ്പാസിറ്റി റിങ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഇങ്ങനെ ഒരു സിമ്പൽ കാണിച്ചിരിക്കുന്നത്. അത് കേബിൾ സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ, കേബിളിലേക്ക് സപ്ലൈ വന്നു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റി വഴിയാണ് അതിൻ്റെ വോൾട്ടേജ് എടുത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സിമ്പൽ കാണിച്ചിരിക്കുന്നത്. അപ്പം കേബിളിൽ സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ
ഇത് ബ്ലിങ്ക് ചെയ്യും. ഇത് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ കൂടുതലും ഈ സ്നൈഡർ RMUവിൽ ഇത് നമ്മുടെ ഐ ലെവലിലല്ല. അപ്പം നമ്മൾ പൊക്കമുള്ളവർക്ക് ഇത് കറക്റ്റായി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം ഇപ്പോൾ ഡിജിറ്റൽ മൊബൈലുണ്ട്. അപ്പോൾ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ മൊബൈൽ എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ വച്ചിട്ട് അല്പം ഒന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഇത് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പം ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓഫായോ എന്ന് അറിയാൻ വേണ്ടി ഇതിൽ ഇങ്ങനെ നോക്കിയാൽ മതി, ഇത് ഓഫായോ എന്നുള്ളത് അറിയാൻ പറ്റും. അഥവാ ചിലപ്പോൾ ആ ബൾബ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 പ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കവർ ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിങ്ങനെ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു വരും. തുറന്നു വന്നിട്ട് ഇതേപോലെയുള്ള ഡിജിറ്റൽ ടെസ്റ്ററുണ്ട്. മറ്റേ നമ്മുടെ സാധാരണ ടെസ്റ്ററിന് അത്രയും ഒന്നും ഇത് അതിൻ്റെ ലൈറ്റ് കത്താൻ കിട്ടില്ല. അതുകൊണ്ട് ഇതേപോലെയുള്ള ഇലക്ട്രോണിക്സ് ടൈപ്പ് ടെസ്റ്ററുകളാണെങ്കിൽ അത് ഇവിടെ വച്ച് ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വോൾട്ടേജ് കാണിക്കും. ഇതേപോലെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പോൾ ഇതിലും ഇത് 3 VPIസും ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ അത് വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് കോറിൻ്റെ, ഇത് സെക്കൻഡ് കോറിൻ്റെ, ഇത് തേർഡ് കോറിൻ്റെ. കൂടാതെ ഇത് മൾട്ടിമീറ്റർ വെച്ച് ഇവിടുത്തെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. അതുപോലെ 2 ഫീഡർ ഇപ്പം ഈ RMUവിൽ വരുന്നുണ്ടെങ്കിൽ അവ തമ്മിൽ ഫേസ് സീക്വൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഫേസ് സീക്വൻസ് മീറ്റർ ഉണ്ട്. അത് വെച്ചിട്ട് ഇത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇപ്പം നമ്മളിതൊന്ന് എർത്ത് ചെയ്യാൻ പോകണം. ഇതിപ്പം ഓൾറെഡി ഓണാണ്. അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് അപ്പോൾ ഈ ഹാൻഡിൽ അതിനകത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇലക്ട്രിക്കലി കട്ടാവുന്നതിന് വേണ്ടി ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്വിച്ചിൻ്റെ മറ്റേ ലിവറിൻ്റെ അതിൻ്റെ സെൻറ്ററിൽ വേണം ഇത് ഇടാൻ. ഒരിക്കലും ഇടുമ്പോൾ ആ സ്വിച്ച് ഇതിൽ കയറി ഉടക്കാതെ ശ്രദ്ധിക്കണം. ഉടക്കി കഴിഞ്ഞാൽ ഇത് കറക്കുമ്പോൾ അത് ടൈറ്റായിട്ട് മറ്റേത് കാസ്റ്റേൺ ആയതുകൊണ്ട് പൊട്ടിപ്പോകും. പൊട്ടിപ്പോയാൽ ഈ യൂണിറ്റ് ഒരുമിച്ചേ മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. അത് യൂണിറ്റായിട്ട് മാറുമ്പോൾ ഏകദേശം 65,000 രൂപ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയി അത് ഇൻസേർട്ട് ആയി കഴിയുമ്പോൾ അതിനകത്തൊരു പിന്നുണ്ട്. ആ പിന്നിൽ ഇത് ലോക്കായിട്ടാണ് ഇത് കറങ്ങുന്നത്. കറങ്ങി ഓഫ് ചെയ്യുന്നതിന് ഇത് റൈറ്റിലോട്ട് തന്നെ റൊട്ടേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഒരു 32 പ്രാവശ്യം ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേ അത് ട്രിപ്പ് ആവുകയുള്ളൂ. അത് 32 കമ്പനി പറയുന്നത്. ചില മെക്കാനിക്കൽ ഇതുകൊണ്ട് 32 ചിലവ് കൂടും, ചിലത് എന്നാലും വലിയ എണ്ണം വ്യത്യാസം വരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒരു പ്ലസ് ഓർ മൈനസ് വേരിയേഷൻ വന്നേക്കാം. അപ്പോൾ ഇത് ഓഫാകുമ്പം ഈ സിമ്പൽ ഇവിടെ മാറിയിട്ടുണ്ട്. ഇത് ഗ്രീനായിട്ട് ഈ സെമാഫോർ ഇവിടെ കട്ടായിട്ടുണ്ട്. അപ്പം ഈ സ്വിച്ച് ഓഫായിട്ടാണ് ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓഫായോന്ന് അറിയുന്നതിന് വേണ്ടി ഈ VPIസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാതെ ഓഫായി. ഇപ്പോൾ ഇത് ഓഫായിട്ടുണ്ട്. ഓഫായി കഴിഞ്ഞ ശേഷം ഇത് എർത്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ലിവറാണ് ഉപയോഗിക്കുന്നത്. ഇതിന് 2 സൈഡുണ്ട്. ഒരു സൈഡ് വണ്ണമുള്ളൂ, ഒരു വണ്ണം കുറഞ്ഞും. ഈ വണ്ണം കുറഞ്ഞ സൈഡിട്ട് വേണം ഇത് എർത്ത് ചെയ്യാനായിട്ട്. എർത്ത് ചെയ്യാനായിട്ട് ഇത് ഓഫായെങ്കിൽ മാത്രമേ ഈ ലിവർ ഇങ്ങോട്ട് മൂവ് ആവുകയുള്ളൂ. ഓണാണെങ്കിൽ ഇത് മൂവ് ആവില്ല. അപ്പോൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഇതിങ്ങോട്ട് മൂവ് ചെയ്യുക. ഇത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെ 0 ആയി കാണിച്ചിട്ടുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ഓണ്, 0 എന്ന് പറഞ്ഞാൽ ഓഫ്. ഇപ്പോൾ എർത്ത് സ്വിച്ച് ഓൺ ആക്കുന്നതിന് ഇത് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇതിപ്പം ഈ എർത്ത് സ്വിച്ച് ഇൻഡിക്കേറ്റർ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ കേബിൾ എർത്തായി. ഇപ്പോൾ ഈ കേബിളെ എർത്താവുള്ളൂ, ഒരിക്കലും ഈ ബസ് ബാർ എർത്താവില്ല. പലർക്കുള്ള ഒരു സംശയമാണ് ഈ ബസ് ബാർ എർത്താവുന്നത്. അങ്ങനെയില്ല. നമുക്കിപ്പോൾ ഈ കേബിൾ പരിശോധിക്കണേ, ഈ കേബിൾ മാത്രം ഓഫ് ചെയ്ത് എർത്ത് ചെയ്താൽ മതി. അപ്പോൾ എർത്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇവിടുത്തെ വോൾട്ടേജ് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. ഇവിടെ ഈ ഇൻഡിക്കേറ്ററോ ബൾബ് കത്താതിരിക്കുകയോ അതല്ലെങ്കിൽ ഇവിടെ ടെസ്റ്റർ വയ്ക്കുമ്പോൾ വോൾട്ടേജ് കാണിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണോ വരുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള RMU എവിടെ നിന്നാണോ അതിലേക്ക് സപ്ലൈ ഫീഡ് ചെയ്യുന്നത് അവിടം അത് ഓഫാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എർത്ത് ചെയ്യാൻ. അപ്പോൾ ഈ എർത്ത് ചെയ്യുമ്പോഴും ഓൺ ചെയ്യുമ്പോഴാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഓൺ ചെയ്യുമ്പോൾ സപ്ലൈ എവിടെയൊക്കെ പോകുന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ എർത്ത് ചെയ്യുമ്പോൾ അതിൽ സപ്ലൈ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ ആ ഫീഡർ ട്രിപ്പ് ആവും. ഇതിങ്ങനെ എർത്ത് ചെയ്തതിന് ശേഷം ഇത് തുറക്കുന്നതിന് അപ്പോൾ ജസ്റ്റ് ഇത് മേളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇത് തുറന്ന് നമുക്ക് പരിശോധിക്കാം. ഇനി ഇത് തിരിച്ച് നമുക്ക് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ടാണ് എർത്ത് ചെയ്തത്. അതുപോലെ തിരിച്ച് വേണം ഇതിൻ്റെ ഓൺ ചെയ്യാനുള്ള പ്രോസസ്സ്. ആദ്യം എർത്ത് സ്വിച്ച് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്താൽ മാത്രമേ ഇത് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇൻ്റർലോക്കാണ്. അപ്പോൾ ഇത് എർത്ത് ഓൺ ആയതുകൊണ്ട് ഈ ഇൻ്റർലോക്ക് മാറില്ല. അപ്പോൾ ആദ്യം ഈ എർത്ത് ഓഫ് ചെയ്യണം. ഈ ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇത്
ആൻറ്റി ക്ലോക്ക് വൈസ് ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ എർത്ത് സ്വിച്ച് ഇവിടെ ഓഫായിട്ടുണ്ട്. ഓഫായി കഴിഞ്ഞിട്ട് ഇത് ഓൺ ചെയ്യുന്നതിന് പഴയതുപോലെ ഈ ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്യുക. ഇത് 32 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇത് ഓണാകും. ഇത് ഇലക്ട്രിക്കലി ഓൺ ചെയ്യുന്നതിന് ഇവിടെ ഒരു ലോക്കൽ റിമോട്ട് സ്വിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓരോ LBSനും വെച്ചിട്ടുണ്ട്. അത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൽ ലോക്കലെന്നും ഓഫെന്നും റിമോട്ടെന്നും എഴുതിയിട്ടുണ്ട്. ലോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സ്വിച്ച് ലോക്കലിലോട്ട് കിടക്കണം. ഇതിൽ വേറെ ഓപ്പറേഷനൊന്നും നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഓഫ് ചെയ്തിടുക. കൺട്രോൾ റൂമിൽ നിന്നാണ് നമുക്കിത് വർക്ക് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഇത് റിമോട്ടിൽ കിടക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് ലോക്കലിലോട്ട് ഇടുക. ലോക്കലിട്ടതിന് ശേഷം ഇവിടെ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഓൺ ഓഫ്. അതായത് ഈ LBS ഓൺ ഓഫ് ചെയ്യുന്നതിന് അതിന് കൊടുത്തിട്ടുണ്ട്, ഈ LBSനുള്ള ഓൺ ഓഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രേക്കർ ഓൺ ചെയ്യാനുള്ള ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രേക്കർ ഓൺ ചെയ്യുന്നതിന് ഇവിടെ ഈ ഓൺ സ്വിച്ച് പ്രസ് ചെയ്യുക. ഓൺ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ മോട്ടോർ റൊട്ടേറ്റായി സ്വിച്ച് ക്ലോസ് ആയിട്ടുണ്ട്. നേരത്തെ പരിശോധിച്ചതുപോലെ ഇവിടെ ഈ ടെസ്റ്റർ വെച്ച് സപ്ലൈ വന്നെന്നുള്ളത് ഉറപ്പ് വരുത്താം. അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിരിക്കുന്ന മൊബൈൽ ഇങ്ങനെ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിക്കേറ്റർ കാണാം. ഹൈ ലെവലിൽ കാണാൻ പറ്റുന്നവർക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. പക്ഷേ പൊക്കം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കവറിങ് അങ്ങനെ ഇട്ടേക്കണം. എന്ന് വെച്ചാൽ വേറെ ചെറിയ ജീവികൾ അതിനകത്ത് കൂട് വെച്ച് അത് അടയാതിരിക്കാനാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുന്നത്. അത് അതേപോലെ തിരിച്ചിടണം, അത് തുറന്നിട്ട് കളയരുത്. ഇനി ഈ കാണുന്നതാണ് ഫാൾട്ട് പാസേജ് ഇൻഡിക്കേറ്റർ, FPI എന്ന് പറയും. ഇതിൽ ഫേസ് ഫാൾട്ടും എർത്ത് ഫാൾട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓരോ ഫേസിനും L1, L2, L3 ഓരോ കോർണറിൽ വരുന്ന ഫാൾട്ടുകൾ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് LED കൊടുത്തിട്ടുണ്ട്. അതുപോലെ എർത്ത് ഫാൾട്ട് കാണിക്കാനായിട്ട് എർത്ത് ഫാൾട്ട് എന്നുള്ള ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഏത് കോറിലാണോ ഫാൾട്ട് വന്ന് ഇപ്പോൾ L1 ആണെങ്കിൽ വന്നെങ്കിൽ L1 കത്തും, L2 L2 കത്തും, L3 ആണെങ്കിൽ L3 കോറിലാണ് ഇപ്പം ഫാൾട്ട് ഉണ്ടെങ്കിൽ അത് L3 കാണിക്കും. അഥവാ ഇനി എർത്ത് ഫാൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ റിങ്ങുള്ള ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അത് നമുക്ക് നേരത്തെയൊക്കെ ഈ FPI എന്ന് പറയുന്ന സാധനം ഏകദേശം 2 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെ ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെന്ന് വെച്ചാൽ അത് ഒരു ലൈൻമാൻ അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ നടന്ന് ഇതുവരെ എവിടെയാണ് ഫാൾട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അത്രയും നടന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് അത്രയും നേരം അത് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ സ്കാഡ പോലുള്ള പുതിയ ടെക്നോളജി വന്ന സമയത്ത് നമുക്ക് അത് കറക്റ്റായിട്ട് എവിടെയാണ് ഇത് ഫാൾട്ട് വന്നതെന്ന്, ഏതൊക്കെ RMUവിൻ്റെ ഇടയ്ക്കാണ് അല്ലെങ്കിൽ ഇവിടുത്തെ കേബിളിലാണ് ഫാൾട്ട് വന്നതെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഉടനെ തന്നെ അതിനെ കട്ട് ചെയ്ത് കൺട്രോൾ റൂമിൽ ഇരുന്ന് തന്നെ അതിനെ ബാക്ക് ഫീഡ് ചെയ്ത് സപ്ലൈ ഒരു 5 മിനിറ്റ് കൊണ്ട് റീസ്റ്റോർ ചെയ്യാം. എന്നിട്ട് ബാക്കി ഭാഗം കൺസേൺഡ് സെക്ഷനിലുള്ള ആൾക്കാർക്ക് ഓഫ് ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഫാൾട്ട് പാസേജ് ഇൻഡിക്കേറ്റർ ഇവിടെ ഇൻഡിക്കേഷൻ എഴുതിയിട്ടുണ്ട്. അത് ഈ LBS 1-നും 2-നും മാത്രമേ കാണുകയുള്ളൂ. ഇതാണ് ബ്രേക്കർ. ബ്രേക്കറിന് ഈ ഫാൾട്ട് പാസേജ് ഇൻഡിക്കേറ്റർ കാണില്ല. അതിന് പകരം അതിനൊരു ഡിജിറ്റൽ ടൈപ്പ് IDMT റിലേ വെച്ചിട്ടുണ്ട്. ഈ റിലേയിൽ നിന്ന് എർത്ത് ഫാൾട്ട് അല്ലെങ്കിൽ ഓവർ കറണ്ട് സെൻസ് ചെയ്തിട്ട് ഇതിന് ഈ ബ്രേക്കറിന് കമാൻഡ് കൊടുത്ത് അതിനെ ട്രിപ്പ് ചെയ്യിക്കും. അപ്പോൾ അതിനായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. ഇതിൽ നിന്നിട്ട് ഇതിനകത്ത് ഒരു എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രിപ്പിംഗ് മെക്കാനിസം ഉണ്ട്. ആ ട്രിപ്പിംഗ് മെക്കാനിസത്തിന് ഈ റിലേ എന്നുള്ള പവർ കൊണ്ട് തന്നെ, അതായത് സീറ്റിൽ നിന്ന് കിട്ടുന്ന പവർ കൊണ്ട് തന്നെ അതിനെ ട്രിപ്പ് ചെയ്യിക്കാനുള്ള ആ ടൈപ്പുള്ള മെക്കാനിസമാണ് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ പെട്ടെന്ന് തന്നെ ട്രിപ്പ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്രേക്കറിന് 2 പോർഷനുണ്ട്. അതായത് ഒന്ന് ഒരു ബ്രേക്കറും ഒരു ഡിസ്കണക്ടറും. ഈ ഡിസ്കണക്ടറും എർത്ത് സ്വിച്ചും കൂടെ ഒരു സ്വിച്ചായിരിക്കും. ഈ LBSൻ്റെ പോലത്തെ തന്നെ ഉള്ളൊരു 3-വേ സ്വിച്ചാണ്. അതായത് ഈ ഡിസ്കണക്ടർ
ഓൺ ഓഫ് ചെയ്യാം, അതുപോലെ എർത്ത് ചെയ്യാം. അങ്ങനെ ഒരു 3 വേ സ്വിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ബ്രേക്കറും വെച്ചിട്ടുണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ ഈ ബ്രേക്കർ എല്ലാ ആർമിയിലും ബ്രേക്കർ ചെയ്യുന്നതിന് അതിൻ്റെ ഓൺ ഓഫ് നടക്കുന്നത് മുൻ വീഡിയോയിലും പറഞ്ഞതാണ്. അത് ഒരു വാക്വം ബോട്ടിലിനകത്താണ് നടക്കുന്നത്. ആ വാക്വം ബോട്ടിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇൻറ്റേർണലി വെൽഡായി ഷോർട്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഓഫാക്കിയാലും സപ്ലൈ കേബിളിലോട്ട് വരും. അതിനൊരു അഡീഷണൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഡിസ്കണക്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഒരു HT കൺസ്യൂമറിന് കൊടുത്തിരിക്കുന്നത് ബ്രേക്കറിൽ നിന്നായിരിക്കും. ബ്രേക്കർ അപ്പോൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ബ്രേക്കർ മാത്രം ഓഫ് ചെയ്തിട്ട് ചെയ്യരുത്. ഡിസ്കണക്ടറും കൂടെ കട്ട് ചെയ്ത് എർത്ത് ചെയ്തതിന് ശേഷം മാത്രമേ അതിൽ ടച്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ ആദ്യം ഇതിലെ ബ്രേക്കർ ഒരു ഓൺ ലോഡ് സ്വിച്ചാണ്. ഈ ഡിസ്കണക്ടർ ഒരു ഓഫ് ലോഡാണ്. അപ്പോൾ ബ്രേക്കർ ആദ്യം ഇതിൻ്റെ ബസ് ബാറിൽ നിന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഈ ഡിസ്കണക്ടർ കട്ട് ചെയ്ത് എർത്ത് ചെയ്തതിന് ശേഷം മാത്രമേ ഓഫ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ കേബിൾ ചേമ്പറും ബ്രേക്കറും അതുപോലെ കേബിൾ ചേമ്പറും LBSും ഒക്കെ ആയിട്ട് ഇൻ്റർലോക്ക് ഉണ്ട്. അത് എർത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഇത് തുറക്കാവുന്ന രീതിയിലായിരിക്കും. അതിൻ്റെ എല്ലാ ആർമികളിലും അങ്ങനെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ലൈവിൽ ടച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. അപ്പോൾ ആദ്യം ഈ ബ്രേക്കറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ബ്രേക്കർ ഓണാണ്. ഇവിടെ ബ്രേക്കർ ഓണാണ്, ഈ ഡിസ്കണക്ടർ ഓണാണ്, എർത്ത് സ്വിച്ച് ഓഫാണ്. അപ്പം ഈ ബ്രേക്കറിൻ്റെ ഇൻഡിക്കേറ്ററാണിത്, അതായത് സെമഫോറാണിത്. ഈ ഡിസ്കണക്ടർ ഓൺ ഓഫ് ആണോ എന്നുള്ളത് കാണിക്കുന്നത് ഇവിടെയായിരിക്കും. എർത്ത് സ്വിച്ചിൻ്റെ സെമഫോർ ഇതാണ്. ഈ എർത്ത് സ്വിച്ച് ഓൺ ഓഫ് ആണെന്നുള്ളത് ഇവിടെയാണ് കാണിക്കുന്നത്. ഇപ്പം ഈ ഡിസ്കണക്ടറും ബ്രേക്കറും ഓണാണ്. ഓണാകുമ്പം ഈ ബസ് ബാറിൽ സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ കേബിൾ വഴി ഇതിപ്പോൾ ട്രാൻസ്ഫോമറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, നേരെ ട്രാൻസ്ഫോമറിലേക്ക് പോകും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത് നോക്കാം. ഓഫ് ചെയ്തതിന് നമ്മൾ LBS ഓൺ ചെയ്ത അതേ ലിവർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ചുണ്ട്. അതായത് ഇത് ഹാൻഡിലിട്ട് മെക്കാനിക്കലി വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കലി വർക്ക് ചെയ്തിരിക്കാൻ വേണ്ടി ഒരു ലിമിറ്റ് സ്വിച്ച് അവിടെ വച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയും ആ ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്യുന്ന റോഡുണ്ട്, ആ റോഡിൻ്റെയും ഇടയ്ക്ക് വേണം ഇത് കയറാൻ. ഒരിക്കലും അതിൽ ആ സ്വിച്ച് ഇതിൽ കയറി ഉടക്കാതെ നോക്കണം. ഉടക്കിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. പക്ഷേ ആ കാസ്റ്റ് അയൺ പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് യൂണിറ്റോടെ മാറാൻ പറ്റുള്ളൂ. മാറിയ ഈ ബ്രേക്കറിന് LBSനേക്കാളും വില കൂടുതലാണ്. ഏകദേശം 80,000 രൂപ വില വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒറ്റ യൂണിറ്റായിട്ടേ മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഈ ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പം എപ്പോഴും അത് വളരെ ശ്രദ്ധിക്കണം. ആദ്യം അത് നോക്കി 2 സ്വിച്ചിനും ആ റോഡിനും ഇടയ്ക്കായിട്ട് ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു പിന്നുണ്ട്. ആ പിന്നിൽ ഇത് ലോക്കാവും. ലോക്കായി കഴിഞ്ഞാൽ ഇത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് എപ്പോഴും കറക്കാവുള്ളൂ. അല്ലാതെ കൈകൊണ്ട് ഇങ്ങനെ കറക്കി കളയരുത്. കറക്കി കഴിഞ്ഞാൽ അത് ആ സ്വിച്ചിൽ ഉടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ആ മെക്കാനിസത്തിൽ ടെൻഷൻ വന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു സപ്പോർട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇതും ഓഫ് ചെയ്യുന്നതിന് ഓൺ ചെയ്യുന്നതിന് എപ്പോഴും ഈ ബ്രേക്കർ ഓൺ ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനും അതും ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇൻഡിക്കേഷൻ. റൈറ്റിലോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യുക. I എന്ന് പറഞ്ഞാൽ ഓണ്, 0 എന്ന് പറഞ്ഞാൽ ഓഫ്. അപ്പോൾ ഓഫ് ചെയ്യുന്നതിനൊരു 5-6 പ്രാവശ്യം നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഓൺ ചെയ്യുന്നതിന് ഏകദേശം 72 ടൈംസ്, അതായത് 72 പ്രാവശ്യം ഇത് കറക്കണം. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പകുതി കറക്കലുണ്ട്. അപ്പോൾ എപ്പോഴും ഇതൊരു ബ്രേക്കർ ആയതുകൊണ്ട് ഇതിനെ റിലേ എന്നൊരു കമാൻഡ് വന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പോൾ എമർജൻസി പുഷ് ബട്ടൺ ഉണ്ട്, ഇതിൽ നിന്നൊരു കമാൻഡ് കിട്ടി അല്ലെങ്കിൽ ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനുള്ള ഒരു സ്പ്രിങ് അവിടെ വേണം. അപ്പോൾ ആ സ്പ്രിങ്ങിനെ ചാർജ് ചെയ്തിട്ടാണ് പിന്നെ ഇതിനെ ഓൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ടൈം ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഓഫ് ചെയ്യാനായിട്ട് ഒരു 6 to 10 ടൈംസ് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഓഫായി. ഒരു 5-6 പ്രാവശ്യം കറക്കുമ്പോൾ തന്നെ ഇത് ഓഫായി. ഇവിടെ ഈ ബ്രേക്കർ ഓഫായി. ഈ ബ്രേക്കർ ഓഫായതിന് ശേഷം വേണം ഈ ഡിസ്കണക്ടർ ഓഫ് ചെയ്യാൻ. എന്നുവെച്ചാൽ ഇത് തമ്മിൽ ഇൻ്റർലോക്ക് ഉണ്ട്. ഈ ഇൻ്റർലോക്കാണ് ഇത് തമ്മിലുള്ള ഇൻ്റർലോക്കാണ് ഇത്. അപ്പോൾ ഇത് ഓഫായെങ്കിൽ മാത്രമേ ഇത് മേളിലോട്ട് റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. റൈസ് ചെയ്താലേ നമുക്കിവിടെ ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഡിസ്കണക്ടർ ഓൺ ഓഫ് ചെയ്യുന്നത് ഇതിന് 2 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വണ്ണം കുറഞ്ഞു, വണ്ണം കൂടി. ഈ വണ്ണം കൂടിയ ഭാഗം കൊണ്ട് വേണം ഇത് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെയും ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്, 0 എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നതിനായിട്ട് ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്ത്
ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ഡിസ്കണക്റ്റിൻ്റെ സെമാഫോർ ഇവിടെ ഡിസ്കണക്റ്റിൻ്റെ ഇൻഡിക്കേറ്റർ മാറിയിട്ടുണ്ട്. അതിപ്പോൾ ഗ്രീനിലോട്ട് മാറി കട്ടായതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് കട്ടായെങ്കിൽ മാത്രമേ ഈ എർത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡിസ്കണക്ടറും എർത്തും തമ്മിലുള്ള ഇൻ്റർലോക്ക് ഇതാണ്. ഇതിനെ റൈറ്റിലോട്ട് മൂവ് ചെയ്യുക. റൈറ്റിലോട്ട് മൂവ് ചെയ്താലേ ഈ ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എർത്ത് ചെയ്യുന്നതിന് എപ്പോഴും ഈ ചെറിയ സൈഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചെറിയ സൈഡ് ഇൻസേർട്ട് ചെയ്തിട്ട് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇതിപ്പം ഇവിടെ എർത്തായിട്ടുണ്ട്. ഈ എർത്തായതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഈ കേബിൾ ചേമ്പറിൻ്റെ ഈ കവർ തുറക്കാൻ പറ്റുള്ളൂ. ആ കേബിൾ ചേമ്പറിൻ്റെ കവർ തുറക്കുന്നതിന് എർത്തതിന് ശേഷം ഇവിടെ ഒരു ഇൻ്റർലോക്ക് ഉണ്ട്. ഇതിനെ മേളിലോട്ട് റൈസ് ചെയ്യണം. LBSലാണെങ്കിൽ ഇവിടെയാണ്. ഇതിപ്പം ഓൺ ആയതുകൊണ്ട് ഇത് മേളിലോട്ട് റൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പം എർത്തായതുകൊണ്ട് ഇത് റൈസ് ചെയ്യാം. ഇത് മേളിലോട്ട് റൈസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇത് റൈസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിനെ വെളിയിലോട്ട് വലിച്ച് തുറന്നാൽ മതി. അപ്പം ഇത് തുറക്കുമ്പോൾ നമുക്ക് ഇവിടെ ആക്സസ് കിട്ടും. അപ്പോൾ ഇതിനകത്ത് 3 സീറ്റ് ഇട്ടിട്ടുണ്ട്. അത് പ്രൊട്ടക്ഷൻ, ഇത് ബ്രേക്കർ ആയതുകൊണ്ട് പ്രൊട്ടക്ഷൻ സീറ്റാണ്. അതാണ് എർത്ത് ഫാൾട്ട് ഒക്കെ സെൻസ് ചെയ്യുന്നത്. ഇതിൽ പ്രൊട്ടക്ഷൻ സീറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിൽ റിലേ വെച്ചിരിക്കുന്നത്. LBSലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് VPIസിനുള്ള സീറ്റുകളായിരിക്കും. അത് ഫാൾട്ട് സെൻസ് ചെയ്ത് ഈ എർത്ത് ഫാൾട്ടിന് കൊടുക്കുകയും കറസ്പോണ്ടിങ് ഏത് കോറിലാണോ സീറ്റിലാണോ ഏത് കോറിലെ സീറ്റാണോ അത് ഫാൾട്ട് സെൻസ് ചെയ്യുന്ന അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റ് ഇവിടെ കത്തും. പക്ഷേ ഇതിൽ പ്രൊട്ടക്ഷൻ സീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതിന് VA കുറവാണ്, അതിന് VA കൂടുതലുള്ളതുകൊണ്ട് അത് ഈ ബ്രേക്കറിന് കമാൻഡ് കൊടുക്കും, അത് ട്രിപ്പ് ചെയ്ത് കളയും. അപ്പോൾ ഇതാണ് പ്രൊട്ടക്ഷൻ സീറ്റ്. ഇതാണ് കേബിൾ ബൂട്ട്. കേബിൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ബൂട്ട് ഇട്ടിട്ട് വേണം ഇത് കണക്ട് ചെയ്യാൻ. കണക്ട് ചെയ്തിട്ടാണ് ബുഷിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ സീക്വൻസ് ഇവിടെ RYB കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ബുഷിൻ്റെ അങ്ങേ അറ്റത്താണ്, ആ കവറിനുള്ളിലാണ് ഈ കപ്പാസിറ്റി റിങ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ആ കാണുന്ന വയറുകൾ VPIസിൻ്റെ ആണ്. അത് വോൾട്ടേജ് പ്രസൻസ് ഇൻഡിക്കേറ്റർ സിസ്റ്റത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ആ വോൾട്ടേജ് എടുക്കുക. അപ്പോൾ ഈ കേബിളിൽ സപ്ലൈ വന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഏത് കേബിളിലാണോ സപ്ലൈ വരുന്നത് അതിൽ സപ്ലൈ വന്നെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വോൾട്ടേജ് VPIസിന് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എർത്ത് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിൽ സപ്ലൈ വരില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ RMൻ്റെ ഒരു പ്രത്യേകത അതാണ്, ആ പർട്ടിക്കുലർ കേബിൾ നമുക്ക് അത് മാത്രം സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊന്നും വിഷ്വലല്ല, ഈ ഇൻഡിക്കേഷൻ മാത്രമാണ് നമുക്ക് സഹായിക്കുന്നത്. പക്ഷേ അത് എർത്താണോ ഇല്ല എന്നുള്ള നമുക്ക് വിഷ്വൽ അല്ലാത്തതുകൊണ്ട് എപ്പോഴും എർത്ത് റോഡ് ഇട്ടിട്ട് ഇത് തുറക്കാവുള്ളൂ. തുറക്കുമ്പം എപ്പോഴും ഇതിൻ്റെ ഇതാണ് ക്യാപ്പ്. ഈ ക്യാപ്പ് ഊരിയതിന് ശേഷം എർത്ത് റോഡ് ഇട്ട് വെളിയിൽ നിന്ന് സൈഡിലോട്ട് മാറി നിന്ന് മാത്രമേ ഇതിൽ എർത്ത് ചെയ്യാവുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ബോക്സ് പോലെയാണ്. അതുകൊണ്ട് ഫ്ലാഷ് ആയാൽ അത് ഡയറക്റ്റ് ഈ എർത്ത് ചെയ്യുന്ന ഓപ്പറേറ്ററെ ദേഹത്തോട്ട് തന്നെ വരും. അതുകൊണ്ട് എപ്പോഴും സൈഡിലോട്ട് മാറി നിന്ന് വേണം ചെയ്യാൻ. അതും ഏകദേശം ഒരു 3 മീറ്ററെങ്കിലും നീളമുള്ള എർത്ത് റോഡ് തന്നെ വേണം, അല്ലെങ്കിൽ അത് ഫ്ലാഷായി മുഖത്തോട്ട് അടിക്കാനുള്ള സാധ്യത. അപ്പം ഒരിക്കലും അകത്തോട്ട് നോക്കിക്കൊണ്ട് നിന്ന് ഒരിക്കലും എർത്ത് ചെയ്യരുത്. അപ്പം ഇതിങ്ങനെ പശുവിന് ശേഷം ഇത് തിരിച്ച് ഈ കവർ ഇടുന്നതിനും ഈ സ്വിച്ച് എർത്തായിരിക്കണം. ഇപ്പം ഇത് ഓൾറെഡി എർത്താണ്. എർത്ത് ആയിരിക്കുന്നതുകൊണ്ട് ഈ കവറ് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ പ്രൊജക്റ്റഡ് പോർഷൻസ് ഉണ്ട്. അത് ഈ കറസ്പോണ്ടിങ് ഹോളുകളിൽ തന്നെ കറക്റ്റായി വീഴണം. ആ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് മേളിലോട്ട് പൊങ്ങിയിരിക്കുകയും വേണം. ഈ പൊക്കി പിടിച്ചുകൊണ്ട് വേണം ഇത് ഇടാനായിട്ട്. കറക്റ്റ് സീറ്റിംഗ് ആയാൽ മറ്റേതിൻ്റെ തൊട്ടടുത്തുള്ള ആ കേബിൾ ചേമ്പറിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ ഇത് വരികയും വേണം. എന്നാലേ അത് സീറ്റിംഗ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് മെക്കാനിസം വേറെ എവിടെയെങ്കിലും കയറി ഉടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ശേഷം ഇത് താഴോട്ട് താക്കുമ്പോൾ കറക്റ്റാണെങ്കിൽ ഇത് ലോക്കായി വീഴും.
ലൊക്കാൽ വീണതിന് ശേഷം നമ്മൾ ഇതിന് ഓൺ ചെയ്യുന്നതിന് ഇങ്ങോട്ട് എർത്ത് ചെയ്യുന്നതിന് ഏത് പ്രോസസ്സ് ചെയ്തോ അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ആദ്യം ഈ എർത്ത് റിമൂവ് ചെയ്യുക. എർത്ത് റിമൂവ് ചെയ്യുന്നതിന് ഈ ഹാൻഡിലിൻ്റെ വണ്ണം കുറഞ്ഞ വശം ഇട്ടതിന് ശേഷം ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തപ്പം ഇവിടെ ഈ എർത്തിൻ്റെ സെമാഫോർ മാറി ഓഫായെന്ന് കാണിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഡിസ്കണക്ടറും ബ്രേക്കറും തമ്മിലുള്ള ഇൻ്റർലോക്ക് ഇതാണ്. ഇതിനെ റൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ ആയിട്ട് മാറിക്കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ വണ്ണമുള്ള സൈഡ് കൊണ്ട് വേണം ഈ ഡിസ്കണക്ടർ ക്ലോസ് ചെയ്യാനായിട്ട്. അത് ഹാൻഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്കണക്ടർ ഇപ്പോൾ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ക്ലോസ് ആയതിന് ശേഷം ഇതാണ് ബ്രേക്കർ. LBSൻ്റെ മെയിൻ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്ന അതേ ഹാൻഡിൽ ഉപയോഗിച്ചാണ് ബ്രേക്കർ ഓൺ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് ഏകദേശം 72 ടൈംസ് ഇത് റൊട്ടേറ്റ് ചെയ്താലേ ഇത് ഓൺ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പകുതി റൊട്ടേറ്റ് ആകുമ്പോൾ ഇത് ബ്രേക്കർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ഓഫ് ലോഡ്, ഒരു സ്പ്രിംഗ് ടെൻഷൻ എപ്പോഴും ഇതിനെ ഓഫാക്കുന്നതിന് വേണ്ടി ആദ്യം വയ്ക്കണം. അത് വെച്ചതിന് ശേഷമാണ് വീണ്ടും ഇത് ഓൺ ആകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ടൈം ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടി വന്നിരുന്നത്. ഇലക്ട്രിക്കലി വർക്ക് ആണെങ്കിൽ ഇവിടെ ഇതിനും ഇലക്ട്രിക്കലി മോട്ടറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ലോക്കലിലോട്ട് ഇട്ടിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക്കലി വർക്കാവും. അപ്പം മാനുവലി വർക്ക് ചെയ്യിക്കുന്നതിന് ഈ ഹാൻഡിൽ എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ആ ലിമിറ്റ് സ്വിച്ചിനും ലിവറിനും ഇടയ്ക്ക് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യണം. ഒരിക്കലും ആ ലിമിറ്റ് സ്വിച്ചിൽ ഇത് ഹാൻഡിൽ ഉടക്കാതെ നോക്കണം. അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ. ഇത് ഓൺ ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനും റൈറ്റിലോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്താൽ മതി, ക്ലോക്ക് വൈസ് തന്നെ റൊട്ടേറ്റ് ചെയ്താൽ മതി. LBSന് 32 പ്രാവശ്യമാണെങ്കിൽ ഇതിന് ഏകദേശം 72 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അതും മെക്കാനിക്കലിൻ്റെ ചിലപ്പോൾ വ്യത്യാസം കൊണ്ട് പ്ലസ് ഓർ മൈനസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ബ്രേക്കറിൻ്റെ സെമാഫോർ ഇൻഡിക്കേറ്റർ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കേബിളിലോട്ട് സപ്ലൈ വന്നതുകൊണ്ട് ഇവിടുത്തെ VPS ഇവിടെ കത്തുന്നുണ്ട്. അത് കത്തുന്നില്ലെങ്കിൽ ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക്സ് ടൈപ്പ് ടെസ്റ്റർ വെച്ച് ഇതിൻ്റെ ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സാധാരണ ടൈപ്പ് ടെസ്റ്റ് പറ്റില്ല. ഇലക്ട്രോണിക്സ് ടൈപ്പ് VA കുറഞ്ഞ എന്നുവെച്ചാൽ മറ്റേ സാധാരണ ടൈപ്പ് ടെസ്റ്റ് കത്താനുള്ള VA ഒന്നും അതിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് ടൈപ്പ് ടെസ്റ്റ് വെച്ച് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വേണം ഈ സ്നൈഡറിൻ്റെ ബ്രേക്കർ ഓൺ ഓഫ് ചെയ്യാൻ. എപ്പോഴും കൂടുതൽ നല്ലത് എപ്പോഴും ഇത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് മെക്കാനിക്കലി അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പലരും പല സ്പീഡിലും അല്ലെങ്കിൽ പല ആംഗിളിലൊക്കെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇത് കേടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ നാളെ ഇത് ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ലത്. അതുകൊണ്ട് എപ്പോഴും ഇലക്ട്രിക്കലി ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും ബാറ്ററി ചാർജറോ ബാറ്ററിയോ അല്ലെങ്കിൽ LT സപ്ലൈ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നെ ചെക്ക് ചെയ്ത് ഇത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനി ഇതിന് 2 പോർഷനും കൂടെ ഉണ്ട്. അതിൽ ഒന്ന് ഈ PT ചാമ്പറാണ്. ഇത് നമ്മുടെ RAPDRPയിൽ എല്ലാ ആർമികളും ഈ രീതിയിലാണ് വന്നത്. നമ്മുടെ ആർമി പോർഷൻ ഇവിടെ കൊണ്ട് തീർന്നു. നമ്മൾ സാധാരണ വാങ്ങിക്കുമ്പോൾ ഇത്രേ കിട്ടുള്ളൂ. പക്ഷേ RAPDRP പ്രോജക്റ്റിൽ അവരുടെ ഒരു ഒബ്ജക്റ്റീവ് ഈ എല്ലാ ഫീഡറും മീറ്റർ ചെയ്യപ്പെടണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ചേർന്ന് വന്നത് ഈ മീറ്ററിങ് ക്യൂബിക്കിളും കൂടെ ചേർന്നാണ് വന്നത്. അപ്പോൾ മീറ്റർ ക്യൂബിക്കിൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഈ മേളിൽ കാണുന്ന ഈ പോർഷനാണ് PT ചാമ്പർ. ഇത് ഈ ബസ് ബാറിൽ നിന്ന് സപ്ലൈ എടുത്തിട്ടാണ് ഈ PTയിലേക്ക് സപ്ലൈ. അതുകൊണ്ട് ഏത് ബസ് ബാറിൽ എപ്പോഴും സപ്ലൈ ഉണ്ടെങ്കിലും ഈ PTയിൽ സപ്ലൈ കാണും. അതുകൊണ്ട് എല്ലാ സ്വിച്ചും ഓഫാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് തുറന്ന് എന്തെങ്കിലും പരിശോധിക്കാൻ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഏതെങ്കിലും സ്വിച്ചിൽ സപ്ലൈ, അതായത് ബസ് ബാറിൽ സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ PTയിലും കാണും. അതുകൊണ്ട് ഏതെങ്കിലും സ്വിച്ച് ഓഫാണെന്ന് പറഞ്ഞാൽ ഇതിൽ കയറി പിടിക്കരുത്. ഇത് എല്ലാ സ്വിച്ചും ഓഫായതിനു ശേഷം മാത്രമേ ഇതിൽ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ മേളിൽ കാണുന്ന ഇൻഡിക്കേറ്റർ ഈ ബസ് ബാറിൽ സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് PTയിൽ സപ്ലൈ ഉണ്ടെങ്കിലാണ് ഈ 3 ലൈറ്റും കാണുന്നത്. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പം ഇത് 3 കത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ബസ് ബാറിൽ സപ്ലൈ ഉണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ ഒരു മീറ്ററുണ്ട്. ഇത് LTയുടെ
ഇതിലേക്ക് ഒരു LT കണക്ഷൻ കൊടുക്കുന്ന അതിൻ്റെ വാട്ടേജ് മെഷർ ചെയ്യാനുള്ള ഒരു വാട്ട് മീറ്റർ ഉണ്ട്. അത് കത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം LT സപ്ലൈ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ കത്തുന്നത് LT സപ്ലൈ അല്ല, ഈ 11 kV ഇതിനകത്തുണ്ട്. ബസ് ബാറിൽ 11 kV നിൽക്കുകയാണെന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന, അതായത് ബാറ്ററി ചാർജർ, അത് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ബാറ്ററി ചാർജറിലേക്കുള്ള LT സപ്ലൈ കൊടുക്കുന്ന, അതായത് ഇതിനകത്ത് സ്പേസ് ഹീറ്ററുണ്ട്. ആ സ്പേസ് ഹീറ്ററിലേക്കുള്ള സപ്ലൈയും കൊടുക്കുന്ന പിന്നെ വെളിയിൽ നിന്ന് എക്സ്റ്റേണലി ആണ്, അത് തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് അല്ലെങ്കിൽ LT ലൈനിൽ നിന്നായിരിക്കും. അപ്പോൾ അതിൽ സപ്ലൈ ഉണ്ടെങ്കിലാണ് ഇത് കത്തുന്നത്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് കുറച്ച് MCBകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിനകത്ത് നോക്കിയാൽ കാണാം കുറേ MCBകളുണ്ട്. MCB1, MCB2, MCB3, MCB4, പിന്നെ RYBN എന്നുണ്ട്. ഇതിൽ ഈ RYBN എന്ന് എഴുതിയിരിക്കുന്നതാണ് PT എന്നുള്ള സപ്ലൈ. അപ്പം ഇത് ഓഫ് ചെയ്ത് കിടന്നാൽ ഈ വെളിയിൽ സപ്ലൈ കാണില്ല. അപ്പോൾ ഇത് എന്തായാലും അണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് നോക്കണം, ഇത് ഓഫായി കിടക്കണോ എന്ന് നോക്കണം. ഇവിടെ RYBN എന്ന് എഴുതിയിരിക്കുന്നത് PT എന്നുള്ള സപ്ലൈ ആണ്. അപ്പോൾ ഇത് കത്തുന്നില്ല എന്ന് വിചാരിച്ച് ബസ് ബാർ സപ്ലൈ ഇല്ല എന്നുള്ളത് ധരിച്ചു കളയരുത്. ഇതിനകത്ത് ചിലപ്പോൾ MCB ഓഫായി കിടക്കുന്നതായിരിക്കും. അപ്പം അത് ഓഫാണോ എന്നുള്ളത്, MCB ഓഫാണെങ്കിൽ ഇതിനകത്ത് ലൈറ്റ് പോകും. അതേപോലെ ഇങ്ങേയറ്റത്തുള്ള MCB1 എന്ന് പറയുന്നത് ഇതിലേക്കുള്ള LT സപ്ലൈ ആണ്. ഇതിനകത്ത് വരുന്ന ബാറ്ററി ചാർജറിലേക്കുള്ള LT സപ്ലൈ ആണ്. തൊട്ടടുത്തുള്ള 2 MCB2ഉം MCB3യും ഒന്ന് ബാറ്ററി ഇന്നും DC ഔട്ടുമാണ്. ഒന്ന് MCB2 എന്ന് പറയുന്നത് DC ബാറ്ററി ഇന്നും, MCB3 എന്ന് പറയുന്നത് DC ഔട്ടുമാണ്. ഈ MCB4 എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പേസ് ഹീറ്ററാണ്. അതിപ്പം നമ്മുടെ തണുപ്പുള്ള സമയത്ത് മാത്രം സ്പേസ് ഹീറ്ററിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇപ്പം ഇവിടെ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഇത് LT സപ്ലൈയുടെ ഓൺ ഓഫാണ്. ഇത് ബാറ്ററിയിലേക്കുള്ളത്, ഇത് DC ഔട്ട്പുട്ട് ഓൺ ഓഫാണ്. ഇതാണ് ബാറ്ററി ചാർജർ. താഴെ 2 12 വോൾട്ടിൻ്റെ 24 OH 2 ബാറ്ററി ഉണ്ട്. ഇതിനകത്തെ മോട്ടറെല്ലാം വർക്ക് ചെയ്യുന്നത് 24 വോൾട്ടിലാണ്. അതുകൊണ്ട് 24-നുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ബാറ്ററി ചാർജറും അതുപോലെ ബാറ്ററിയുടെ വോൾട്ടേജൊക്കെ അത് ഹെൽത്തി ആണെന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കണം. അതുപോലെ ഇലക്ട്രിക്കലി ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഉറപ്പ് വരുത്തണം. അതുകൂടാതെ ഈ റിലേകൾ ഇടയ്ക്ക് വന്ന് അത് ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഉറപ്പ് വരുത്തണം. അതിനെ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ബാക്കി മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇതിൻ്റെ ടൈറ്റ്നെസ്സൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ കൂടുതലും കംപ്ലൈൻറ്റ് വരുന്നത് ഈ ടീലിമ്പിലാണ്. ടീലിമ്പിൻ്റെ ഈ എമർജൻസി പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബട്ടൺ താന്നു പോകുമ്പോൾ അവിടെ ചെന്ന് എപ്പോഴും ഈ ഓഫായിട്ട് എൻഗേജ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ എമർജൻസി അല്ലാത്ത കണ്ടീഷനിൽ എപ്പോഴും ഈ ഹാൻഡിൽ ഉപയോഗിച്ച് മാത്രമേ ഇത് ഓൺ ഓഫ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ഓൺ ഓഫ് ചെയ്യുക. ഈ എമർജൻസി പുഷ് ബട്ടൺ നമ്മൾ ഇൻ കേസ് ഒരു ട്രാൻസ്ഫോമർ തീപിടിക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് ഷോക്ക് കേൾക്കുന്നു, അങ്ങനെ എന്തെങ്കിലും എമർജൻസി ഉള്ളപ്പോൾ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. അല്ലാത്ത സമയത്തെല്ലാം ഒന്നിലെ ഹാൻഡിൽ ടിൻസ് കഴിവതും ഇലക്ട്രിക്കലി തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഇലക്ട്രിക്കലി ഓൺ ഓഫ് ചെയ്യുന്നതാണ് ഈ മെക്കാനിസത്തിൻ്റെ കൂടുതൽ കാലം അത് ഈട് നിൽക്കാനായിട്ടുള്ള ഓപ്പറേഷൻ. അങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനത്തെ ഓപ്പറേഷനാണ് നല്ലത്. പിന്നെ ഇത് നമുക്ക് 2 സൈഡിലേക്കും ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിനകത്തേക്ക് കൂടുതൽ ആർമികൾ 2 സൈഡിലേക്ക് ആഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കാൻ പറ്റും. ആർമി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും സേഫ്റ്റി ഷൂ, സേഫ്റ്റി ഹെൽമെറ്റ്, സേഫ്റ്റി ഗ്ലൗസ് ഇവ ധരിച്ചിരിക്കണം. ആർമി എർത്ത് ചെയ്തതിന് ശേഷം എർത്ത് റോഡ് ഉപയോഗിച്ച് ടച്ച് ചെയ്ത് സപ്ലൈ ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ആർമിയിൽ വർക്ക് ചെയ്യാവുള്ളൂ. ആർമി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റർ കൂടെയുള്ള ആൾക്കാർ ആർമിയിലോ ഫെൻസിങ്ങിലോ അതുപോലുള്ള മറ്റ് മെറ്റൽ പാർട്സിലോ ടച്ച് ചെയ്യാൻ പാടില്ല. അവർ കാലടുപ്പിച്ച് മാറി നിൽക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.